ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ നേരെ ഗുരുവായൂർക്ക് പോവാണ് കേട്ടോ. വെക്കുന്ന തന്നെയാണ്. അപ്പം ഇന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടായ ഒരു തീരുമാനമാണ് ഗുരുവായൂർക്ക് ബസ്സിൽ പോകാന്നുള്ളത്. കാരണം ഐഷാസ് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു കാരണമാണ്. പിന്നെ ട്രാവൽ ചെയ്യാൻ വയ്യ, അതാണ് ഒരു കാരണം. അതാണ് കേട്ടോ മെയിൻ കാരണം. പറഞ്ഞത് സ്പൾബറത്തി സൈഡായി. പക്ഷെ എനിക്ക് ഉറക്കം കിട്ടിയേക്കും കേട്ടോ. ഒന്ന് കുറേ കോക്കിയാണ്. അങ്ങനെ അത്യാവശ്യം ക്ഷീണിച്ചിരുന്നു. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇവിടെ കാരണം അടുത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പം ഐഷാസ് അവിടെ റൂം ബുക്ക് ചെയ്തിരിക്കണം. അപ്പം നമുക്കവിടെ റെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നേരെ ബസ്സിൽ പോകുന്നു. അവിടെ ഗുരുവായൂർ ഡിപ്പോയിൽ ഇറങ്ങുന്നു. അടുത്ത് തന്നെയാണ് റൂം. ഇപ്പോൾ ടെൻഷനില്ല. നമുക്ക് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഇപ്പം ടൈം 1:01. ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. 12:50 ബസ് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിലായോണ്ടേ ഞങ്ങള് ബസ് ബുക്ക് ചെയ്തിട്ടില്ല. ബസ് ഉണ്ടോന്ന് അറിയില്ല. ബസ്സുണ്ട്, ഞാൻ നോക്കി. നേരത്തെ പോയിട്ടുണ്ടാവൂലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒന്നുണ്ട്. അപ്പം എന്തായാലും ബസ് കിട്ടുമോ, സീറ്റ് കിട്ടുമോ? സീറ്റ് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഫ്രണ്ടിൽ പെട്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബാക്കിൽ, അല്ലെങ്കിൽ വെളുത്ത് കിടക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഉറങ്ങാന്ന് കരുതിക്കാണ്ടാണ് മെയിനായി കണ്ട് ബസ്സിൽ പോകാന്ന് പറഞ്ഞത്. ഉറക്കം എന്തായാലും പറ്റുന്നുണ്ടാവില്ല. കാരണം ബുക്ക് ചെയ്ത സ്ഥിതിക്ക് സീറ്റ് കിട്ടുന്നുണ്ടാവില്ല. നല്ല പ്രോപ്പറായി കണ്ടില്ല സീറ്റ് കിട്ടുന്നുണ്ടാവില്ല. നമുക്ക് അവിടെ പോയി കണ്ട് റെസ്റ്റ് ചെയ്യാം. അപ്പം അതൊക്കെയാണ്. ഇപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ട് ബസ് കയറി. പക്ഷെ ഡയറക്റ്റായി കണ്ട് ഗുരുവായൂർക്ക് പോകാൻ പറ്റില്ല. കുന്നംകുളം ഇറങ്ങിയിട്ട് അവിടുന്ന് 15 മിനിറ്റ് എത്ര ഉള്ളൂ ഗുരുവായൂർക്ക്. അവിടുന്ന് ഓട്ടോ കിട്ടുക നോക്കണം, അങ്ങനെ പോകാം. അപ്പോൾ ഇവിടെ ഒരാൾ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് തെറ്റി നിൽക്കുകയാണ്. ആ അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ സൈഡ് സീറ്റ് ബോയ്സിന് കിട്ടില്ല. നമ്മൾ ഹൈവേക്ക് കയറി ഞാൻ നേരെ ചള്ളാട്ടിൽ എത്തിയിട്ട് പറയാം. അയ്യോ ലേറ്റ് സോംബി. നമ്മളങ്ങനെ കുന്നംകുളത്ത് എത്തിയിട്ടോ. നമ്മളങ്ങനെ ഗുരുവായൂരെത്തിക്കാൻ നമ്മൾ റൂമൊക്കെ പോവാണ്. ഗോവിന്ദ് പാർക്ക് അല്ലേ? ഗോകുലം പാർക്കിലാണ് കേട്ടോ സ്റ്റേ. നമ്മൾ രാവിലെ പോകും. സ്റ്റേ എന്നൊന്നും പറയാൻ പറ്റില്ല. പൂക്കി പറയ്, എവിടെ പോ? ഗുരുവായൂർ എവിടെ? ഗോകുലം പാർക്ക്. റൂമിലേക്ക് പോകുന്നുണ്ട്. ഉറങ്ങാനുള്ള ടൈമില്ല. ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്തത്. ഇത് ജർദോസിയല്ല, ആര്യ വർക്കും അല്ല, സ്റ്റോൺ വർക്കൊക്കെ കണ്ട് അങ്ങനെ ചെയ്തത്. എന്തോ ഒരു ഭംഗിയായിരുന്നു സാരി വർക്ക് ചെയ്തത്. തിരൂരിലൊരു ബുട്ടീക്കാന്നാണ് പറഞ്ഞിരുന്നത്. ഇത് മേക്കപ്പ് ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രേപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇത് പ്യുവർ സോഫ്റ്റ് കാഞ്ചീപുരം സിൽക്കായിരുന്നു കേട്ടോ. വൈബായിട്ടാണ് കേട്ടോ. ഫുൾ പാട്ട് കേട്ടോ. ഓട്ടോറിക്ഷ ബ്രേക്ക് പിടിക്കുമ്പോൾ നീല ലൈറ്റ് എത്തും. ഇത് പൊന്നാനിയാണ് കേട്ടോ. ഏകദേശം എല്ലായിടത്തും വെള്ളം കയറി.
ഇത് പൊന്നാനി MES കോളേജാണ്. ഇപ്പം ഞങ്ങൾ പൊന്നാനി KSRTC സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ കോട്ടക്കലെത്തി. കോട്ടക്കൽ ഞങ്ങൾ സ്കൂട്ടി വെച്ചിട്ടോ. അപ്പൊ അവിടുന്ന് നേരെ വെള്ളാമ്പലത്തിൽ വന്നാൽ വീട്ടിൽ പോകും. നല്ല ആ ഉറക്കൊക്കെ അങ്ങോട്ട് പോകും. ഓടെ ഇടിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇതാ മറ്റൊരു ദിവസം. ഇന്നലത്തിന്റെ വൈൻഡപ്പ് എടുക്കാൻ പറ്റില്ല, അപ്പൊ ഈ ദിവസം കൂടിയും കൂട്ടിച്ചേർത്തു സ്ഥിരം പോലെ. ഇന്ന് നമ്മൾ പോകുന്നത് നേരെ വെന്നിയൂർക്കാണ് കേട്ടോ. വെന്നിയൂര് ബ്രൈഡും ബ്രൈഡ്സ്മെയ്ഡും നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 മണിക്ക് അവിടെ എത്തണം. നമ്മളവിടെ എത്തുന്ന സമയം 5:54. ഞാൻ ചായ എടുക്കാൻ കയറി കേട്ടോ. ഞാനൊരു എഗ് എടുത്തിട്ടുണ്ട്, ഒരു കോഫി, സമൂസ. നമ്മൾ ചായയിൽ ഇറങ്ങണം. നമ്മളങ്ങനെ വെന്നിയൂരെത്തിട്ടോ. ബൈ. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മൾ ആദ്യം ബ്രൈഡിൻ്റെ ഡ്രൈപ്പാക്കി കഴിഞ്ഞിട്ടോ. അതിന് ശേഷം നോൺ ബ്രൈഡലിൻ്റെ ഡ്രൈപ്പാക്കി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് കണ്ട് വീട്ടിലെത്തി. ഇന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ വ്ളോഗ് ഉണ്ടല്ലോ അല്ലേ. കാരണം എന്താ വെച്ചാൽ മുകളിലത്തെ, അതായത് എൻ്റെ വലിയ നാത്തു നിന്നോട് വെച്ച് വ്ളോഗ് എടുത്തുക്കണോ ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് വ്ളോഗിൻ്റെ കാര്യം ഓർമ്മയില്ലത്. ഇന്ന് വ്ളോഗ് എടുക്കാൻ പറ്റിയ അവസ്ഥ അല്ലായിരുന്നു. കുറച്ച് റഷായിരുന്നു. കാരണം എന്താന്ന് കുറച്ച് സുഖമില്ലായിരുന്നു. വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് കുറച്ച് സുഖമില്ലായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്ന് ഫാസ്റ്റിന് വർക്ക് ഉണ്ടായതുകൊണ്ട് ഇന്നെ അവിടെ ആക്കി തന്നിക്കാണ്ട് പോകുന്നു ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ റുക്സാനാത്താൻ്റെ അപ്പം പോന്നു. കാരണം റുക്സാനാത്താക്ക് ബ്രൈഡിന് മേക്കപ്പ് ആക്കാനുള്ളത്. റുക്സാനാത്ത എൻ്റെ മറ്റൊരു മോസ്റ്റ് ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സിസ്റ്റർ ലൈറ്റ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആളാണ് റുക്സാനത്ത. അപ്പോൾ ഓരോ കൂടെ പോന്നു. ഇപ്പോൾ വീട്ടിലെത്തി. ഫുഡൊക്കെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിരുന്നു കേട്ടോ. പിന്നെയുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ എന്താ, ഇന്നിപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തതിൽ വരാം. അതിന് മുമ്പേ കൊണ്ടൊരു സാരി റോൾ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ആ സാരി ഞാൻ കാണിച്ചു തരാം. സിൽക്ക് മന്ദർ എന്നാണ് കേട്ടോ. സിൽക്ക് മന്ദറിൽ കുറേയൊക്കെ അഫോർഡബിൾ ആയിക്കാണ്ടുള്ള സാരീസ് കിട്ടാറുണ്ട്. ഇതാണ് സാരീൻ്റെ കളറ്. ഒരു ബ്ലൂ, സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ബ്ലൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിക്കാണ്ട് അത് റോൾ ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ അതവിടെ ഇങ്ങനെ വെച്ച് പോകും, മടിയാക്കും. പിന്നെ അതുമല്ല വല്ലാതെ മടിയാക്കാൻ പറ്റൂല. കാരണം എന്താ, സാരീൻ്റെ ഓണർ ഇന്ന് രാത്രി തന്നെ വരും, അല്ലെങ്കിൽ നാളെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നാ ചെയ്ത് കഴിച്ചാൽ കഴിഞ്ഞല്ലോ അല്ലേ. അപ്പം ഞാൻ അത് നോക്കട്ടെ എന്തായാലും. അപ്പോൾ റോള് ചെയ്തതിന് ശേഷം കാണാം. വർക്ക് കഴിഞ്ഞേക്കാണ്ട് ഞാനിങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് നിർത്തിയപ്പോൾ പൂമോളെ കോൾ വരുന്നത്. ലിനൂസ് ഒന്ന് വീണ് കൊരമ്പേക്ക് വരുക വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കൊരു കുഴപ്പമില്ല കേട്ടോ, ആള് ഫുൾ ഓക്കെയാണ്. അപ്പോൾ നല്ലോണം ഞങ്ങൾ പേടിപ്പിച്ചു. കാരണം ആള് ക്ഷീണിച്ച് ഒന്ന് ഛർദിച്ചൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ജിത്ത് വീഡിയോ കോൾ ചെയ്യണം. CT സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ട്രിപ്പ് ആയിട്ട് കൊണ്ടിരിക്കാണ്. കാരണം നമുക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ, സെറ്റല്ലേ, ഫുൾ സെറ്റ്. ഇപ്പൊ പേടിച്ചോ? ഇപ്പൊ വേദന ഉണ്ടോ? ടെൻഷൻ കൊണ്ട് ധൈര്യം എത്ര ഉണ്ടെന്ന് മനസ്സിലായി. ചെല്ലൊക്കെ ഉണ്ട്, ചെല്ലന്റെ മുടിയൊക്കെ വെട്ടാനായിക്കണം കേട്ടോ.
വീട്ടിൽ നിന്ന് ഡ്രസ് ഇട്ട് കണ്ട് നേരെ ഓടി വന്നിക്കാണ്. ഇതാണ് ഞങ്ങള് കൊഞ്ചന രംഗം. ലിനൂസിന് നാളെ സ്കൂളിൽ പോകാൻ പറ്റൂല എന്നുള്ള ടെൻഷനിലേനി. എന്താ നാളെ സ്കൂളില് എക്സാമും പിന്നെ എന്താണ് കർക്കിടക സെലിബ്രേഷനോ ഇലകളൊക്കെ കൊണ്ടുവരും. ഇപ്പൊ എന്റെ കുട്ടി എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഇങ്ങനെ ഫോണിൽ കാണുന്നില്ല. ഉറക്കം വന്നിങ്ങനെ കേട്ടോ. അങ്ങനെ ലിനൂസിനെ ട്രിപ്പൊക്കെ കയറ്റി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ENT ഒന്നുകൂടെ ഒന്ന് കാണിക്കണം. അങ്ങനെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു 2 ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് വർക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ